നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. Welcome everybody to a happy peaceful episode of Jesus Kids. അറിവ് നൽകുന്ന അനുഭവങ്ങളിലേക്ക് കൂട്ടുകാരോടൊപ്പം ഒരു യാത്ര. കാട്ടിലെ കൂട്ടുകാർ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാവരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ, മലകൾ. ഓ എന്റെ അമ്മോ, പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ട് പൂവിൻ കരണിനോടും നീ. അമ്മേ ഈശ്വര, എന്തൊരു വഴുക്കല! ഭയങ്കര കാടാണല്ലോ. ഓ അയ്യോ, കാലൊടിഞ്ഞു പോയേനെ. എന്തൊരു ഭംഗിയാ! ഓ തെരുവയമ്പും നാവിൽ തൂവും വാനമ്പാടി, ഓ തെരുവയമ്പും നാവിൽ തൂവും വാനമ്പാടി. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്, മണ്ണിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ, മുന്നിൽ വിരിഞ്ഞു. അതാരാ? തോന്നിയതാകും. കിളിപ്പാടുന്നു നെനിതൻ പറ്റിപ്പോൽ. എന്റെ അമ്മോ, വിശന്നിട്ട് വയ്യ. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇനി എവിടെന്നാ എന്തെങ്കിലും തിന്നാൻ കിട്ടുക? ശരിയാണല്ലോ, വഴിതെറ്റി വന്നു പെട്ടതാണെന്നാ തോന്നുന്നേ. വാ, നമുക്കൊന്നേ പോയി ചോദിച്ചു നോക്കാം. ശരിയാ, ഈ കുട്ടിക്ക് എന്താ കാട്ടില് കാര്യമെന്ന് ചോദിക്കാലോ. അതെ, നമുക്ക് ചോദിക്കാം. മോനെ, ഇവിടെ ഞങ്ങളെ ഈ കാടിന്റെ മക്കളാ. എന്തിനാ മോനെ ഈ കാട്ടില് വന്നത്? ഞാൻ ആരുടെ മോനൊന്നല്ല, എന്നെ ആരും വിളിക്കുകയോ വേണ്ട, അതെനിക്ക് ഇഷ്ടല്ല, മനസ്സിലായോ? എന്നാ മോന്റെ പേരെന്താ? എന്റെ പേര് ഗംഭീർ, മനസ്സിലായോ? എന്തിനാ ഗംഭീർ ഈ കാട്ടില് വന്നത്? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പിന്നെ ഇവിടെ വരാതെ എവിടെ പോകാനാ ഞാൻ? വീട്ടിൽ നിന്ന് ഇറക്കി വിടേ, അത് ഇത്ര ചെറിയ കുട്ടീനെ? എന്റെ മമ്മി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചു, അറിയോ? എന്നിട്ട്
ഞാനിങ്ങോട്ട് ഇറങ്ങി നടന്നു. ഇന്നലെ ഉച്ച തിരിഞ്ഞ് വീട് വിട്ട് ഇറങ്ങിയതാ. എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് എന്തെങ്കിലും തിന്നാ കിട്ടോ? എനിക്ക് നോക്കിട്ട് വന്നാ പോരാ, എന്തെങ്കിലും തരണം. വിഷമിക്കണ്ടോ, പീലി പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. അല്ല, എന്തിനാ ഗംഭീര വീട് വിട്ടിറങ്ങിയത്? ഞാൻ പറഞ്ഞില്ലേ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിന്ന്. അത് തന്നെയാ ചോദിച്ചത്, എന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? ഓ മമ്മി ഏത് നേരവും പഠിക്കുന്ന പറയാൻ നേരുള്ളൂ. അതാണോ ഇത്ര വലിയ കാര്യം? ഓ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത വീടാണ് എന്റേത്, മനസ്സിലായോ? എന്നാലും ഗംഭീര വീട്ടിൽ നിന്ന് പോന്നപ്പോ അവർക്കൊക്കെ വിഷമം ഉണ്ടാവില്ലേ? ഓ എന്നെ ഏത് നേരവും വഴക്ക് പറയുന്ന അവർക്ക് എന്നോട് വിഷമം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. മക്കളെ കാണാതായ ഏത് മാതാപിതാക്കൾക്കും വിഷമം ഉണ്ടാവും, മനസ്സിലായോ? അവര് വിഷമിക്കണം, എന്നെ ഓർത്തവർ കരയണം. കരഞ്ഞ് 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 അവരൊരു പാഠം പഠിക്കണം. പീലി വന്നല്ലോ. ഇതെന്ത് പഴത്? ഈ കാട്ടില് വേറൊന്നും കിട്ടില്ല നിങ്ങൾക്ക് കഴിക്കാൻ. ഗംഭീരേ, ഇത് കാടാണ്, ഇവിടെ ഹോട്ടലുകളൊന്നും ഇല്ല. എന്നാലും എനിക്ക് ഈ ജാതി പഴമൊന്നും വേണ്ട. എനിക്ക് വല്ല സ്ട്രോബെറിയോ ആപ്പിളോ ചിക്കോ ഓറഞ്ചോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ. ഇവിടെ ഈ പഴങ്ങൾ തന്നെ വലിയ കാര്യാ. നിനക്ക് ഈ കാട് പറ്റില്ല. നീ വേഗം തിരിച്ചു പോയിക്കോ വീട്ടിലേക്ക്. ഇല്ല ഞാൻ പോകുന്നില്ല. എന്നാലേ നേരം വൈകി തുടങ്ങി, ഞങ്ങള് പോവാ. എങ്ങോട്ട്? ഞങ്ങളുടെ വീടുകളിലേക്ക്. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഇവിടെ ഈ പാറപ്പുറത്ത് കിടന്നിറങ്ങിക്കോളാം കേട്ടോ. സാറേ, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തെങ്കിലും വിവരം കിട്ടിയോ സാറേ? അമ്മ പേടിക്കാതിരിക്കൂ, എല്ലാം ശരിയാകും. ദിവസം 2 കഴിഞ്ഞു സാറേ, എന്റെ ഗംഭീർ എന്നെ വിട്ടു പോയിട്ട്. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, പോലീസ് മൊത്തത്തിൽ വലവീശി കഴിഞ്ഞു. എനിക്ക് ഒരു സമാധാനം ഇല്ല. എന്റെ ദൈവമേ, എന്റെ കുട്ടി എവിടെ പോയാവോ? പരീക്ഷയ്ക്ക് തോറ്റപ്പോ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്ര ഞാൻ പുറത്താക്കി അവനെ വാതിലടച്ചത്. അതും 2 മിനിറ്റ് നേരത്തേക്ക്. വാതില് തോർന്ന് നോക്കുമ്പോ എന്റെ ഗംഭീർ അവൻ എങ്ങോട്ട് പോയി? എന്റെ സാറേ, ഒന്ന് കണ്ടുപിടിച്ചതായോ? എല്ലാം ശരിയാകും അമ്മേ, അമ്മ പ്രാർത്ഥിക്കേ. പ്രത്യേകിച്ച് മാതാവിനോട് ഉണ്ണീശോയെ കാണാതെ 3 നാൾ കഴിഞ്ഞ് തിരിച്ചു കിട്ടിയ ആ പരിശുദ്ധ അമ്മയ്ക്ക് മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന മനസ്സിലാകും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം കേട്ടോ. ശരി സാറേ. എന്റെ പോനെ, നീ എവിടെയാ? എന്റെ ദൈവമേ, ഈ സാറിന് ആരെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു. കൊച്ചെവിടെ പോയി കിടക്കാം സാറേ? ഇനി അന്വേഷിക്കണം, നമുക്ക് തിരിച്ചു പോയാലോ? ദേ സമയം സന്ധ്യയാകാനാ പോകുന്നത്. കുറച്ചുകൂടി മുമ്പോട്ട് പോയി നോക്കാമെന്നേ. അയ്യോ, ഇനി അങ്ങോട്ട് വനമാ. മാത്രവുമല്ല, ആ ഗംഭീർ ഇവിടം വരെ നടന്നെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുന്ന ഗംഭീറിന്റെ പ്രായത്തിൽ എനിക്കുമുണ്ടൊരു മകൻ. മകൻ നഷ്ടപ്പെട്ടാലുള്ള വേദന എനിക്ക് മനസ്സിലാകും. അയ്യോ, അതല്ല സാറേ ഞാൻ ഉദ്ദേശിച്ചത്. രാത്രി ആയാൽ പിന്നെ നാം എങ്ങനെ തിരിച്ചു പോകും എന്നാണ്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗംഭീർ ഇപ്പോൾ ഈ കാട്ടിലാണ് ഉള്ളതെങ്കിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും അവനിപ്പോ. സോറി സാർ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. നേരെ മറിച്ച് നഷ്ടപ്പെട്ട കുട്ടിയെ കണ്ടെടുക്കേണ്ടത് നമ്മുടെ ജോലിയാണെന്ന് ഞാൻ മറന്നുപോയി. അങ്ങോട്ട് നോക്ക്, എന്തോ ഒരു അനക്കം കാണുന്നു. നോക്ക് നോക്ക്, കണ്ടോ.
നമുക്ക് ഇവനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. വാ നമുക്ക് അവനൊന്ന് ചോദ്യം ചെയ്യാം. അവന്റെ ഒരു വയത് കണ്ടില്ലേ? അവിടെ നിനക്ക് ഇവിടെ എന്താ കാര്യം? നല്ല ചോദ്യം എന്തൊക്കെയായിരുന്നു എനിക്കതന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം? എന്താ ഇവിടെ നിങ്ങളുടെ കാര്യം? ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ്. ശരീരത്തിൽ മുഴുവൻ വരകളുള്ള ഒരു ഗംഭീരനെ. ഞാൻ ഗംഭീരനെ തന്നെയാണ് അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത്. അത് മനസ്സിലായില്ല ഇത്ര നേരമായിട്ട്. ഞങ്ങൾ കുറിഞ്ഞിമലയിലെ പോലീസാണ്. നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ എന്തിനാണ് ഗംഭീരനെ അന്വേഷിക്കുന്നത്? പത്രത്തിലൊരു പരസ്യമുണ്ടെന്ന്. ഗംഭീരനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് 1,00,000 രൂപ പാരിതോഷികം ഉണ്ടെന്ന്. അഥവാ പരസ്യോ? ഈ പരസ്യം കൊടുത്ത വിവരം നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ഗംഭീരന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു. ഞാനാണ് അവന്റെ അമ്മയോട് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാൻ പറഞ്ഞത്. അതിനുവേണ്ട പണവും ഞാനാ കൊടുത്തത്. മനസ്സിലായോ? അതൊക്കെ പോട്ടെ, എവിടം വരെ എത്തി നിന്റെ അന്വേഷണം? നമ്മുടെ കല്ലുമലയും പിന്നെ വാഴമലയും മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഈ കാണുന്ന മലകൾ മാത്രം പാടുള്ളൂ. ആ പത്രം കൊണ്ട് തന്നെ. അതെന്തിനാ? ഞാൻ ഗംഭീരനെ കണ്ടെത്താതിരിക്കാൻ വേണ്ടിട്ടുള്ള സൂത്രാണ് നിങ്ങളുടെ. അതൊന്നുമല്ല. ഗംഭീരനെ കണ്ടെത്തിയാലും അവൻ തിരിച്ചു വരണമെന്നില്ല. അപ്പോൾ ഈ പരസ്യം ഉപകാരപ്പെട്ടേക്കും. അതുകൊണ്ടാ ഞാനിതൊഴി പോവാ. നിങ്ങള് അവന് കണ്ടെത്തിയ എന്നെ വിളിച്ചറിയിക്കണം. ഇതാണ് എന്റെ നമ്പർ. 9988776665. ഒരു കാര്യം പറയാം. എനിക്ക് നല്ല മെമ്മറി പവറാ. വേണമെങ്കിൽ ഞാൻ പറയാം. 99887766. ദൈവമേ എന്നെ രക്ഷിക്കണേ. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ ഇത്തരം ശബ്ദങ്ങളൊക്കെ. എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നാ മതിയായിരുന്നു. ആരോ 2 പേര് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആരാ? ഞങ്ങൾ വഴിപ്പോക്കരാ. ഈ അസമയത്ത് എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഒന്നുമില്ല, ചുമ്മാ ഞാൻ ചുമ്മാ ഇരിക്കുന്നതാ. വീട്ടിലേക്ക് പോകാം. അയ്യോ ഇല്ല ഞാൻ വരുന്നില്ല. അതെന്താ വരാത്തത്? അത് പിന്നെ ഇല്ല, ഞാൻ പറയില്ല. പറയൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആർക്കും എന്നെ വേണ്ട. എന്നാരാണ് പറഞ്ഞത്? ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? എന്റെ മമ്മി എന്നെ പുറത്താക്കി വാതിലടച്ചു. അത് ഗംഭീർ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചിട്ടുണ്ടാകും. അതാ എന്ന് വെച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണോ വേണ്ടത്? അതൊക്കെ പോട്ടെ, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ല, ഞാൻ വരില്ല. ആർക്കും എന്നോട് സ്നേഹമില്ല. എന്നാര് പറഞ്ഞു? ഇത് കണ്ടു നോക്ക്. നീ നിന്റെ വീട് വിട്ടിറങ്ങിയപ്പോൾ നിന്റെ മമ്മി പത്രത്തിൽ കൊടുത്ത പരസ്യം ഒന്ന് വായിച്ചു നോക്ക്. താന്റെ ഫോട്ടോ എത്രയും പ്രിയപ്പെട്ട ഗംഭീർ വായിച്ചറിയുന്നതിന് നീ പോയതിൽ പിന്നെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാ. ആയതിനാൽ എന്റെ മകൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. അമ്മ അറിയാതെ ചെയ്തു പോയ ആ പ്രവൃത്തിക്ക് മാപ്പ് ചോദിക്കുന്നു. എന്ത് സ്വന്തം പപ്പ എന്റെ മകനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 1,00,000 രൂപ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. ഈശ്വരാ, എന്റെ അമ്മ തന്നെ എഴുതിയതാണോ ഇതെല്ലാം? അതെ, നിന്റെ അമ്മ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനാലാണല്ലോ നിന്നെ കണ്ടെത്തുന്നവർക്ക് 1,00,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്റെ മമ്മി എന്നെ ഇത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. അതേ ഗംഭീർ, മാതാപിതാക്കൾ നമ്മെ ശിക്ഷിക്കുന്നതും അനുസരിപ്പിക്കുന്നതും നമ്മെ നല്ല മക്കളായി വളർത്തുന്നതിന് വേണ്ടിയാണ്. ആയതിനാൽ അവരുടെ ശിക്ഷണത്തിൽ ഒരിക്കലും മനസ്സ് മടുക്കരുത്. അത് നമ്മുടെ ജീവിത വിജയത്തിനാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ടതും മാപ്പ് തരേണ്ടതും മോന്റെ മമ്മിയാ. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വരൂ. അനുഭവ കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ വചനവസന്തത്തിലേക്ക് ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? ഞാൻ സുഖമായിരിക്കുന്നു. ഓ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്നുമില്ല അങ്കിൾ. എന്നാലും എന്തോ ഒരു വിഷമമുണ്ടല്ലോ. വിഷമമൊന്നുമില്ല. ആട്ടെ, നിനക്ക് സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഉണ്ട്. അത് ശരി. ഓക്കെ, നിന്റെ വീട്ടിലായിരിക്കും നിനക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ളത്? ഓ, അത് ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അങ്കിൾ? നീ ആത്മാർത്ഥമായിട്ട് പറയണം. ഞാൻ പറയാം. നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? എല്ലാവരും ഇഷ്ടം. എന്നാലും കൂടുതൽ ഇഷ്ടം ആരെയാ ഒന്ന് പറഞ്ഞേ. ഞാൻ പറയട്ടെ. ആരെയാ കൂടുതൽ ഇഷ്ടം? എനിക്ക്. കൂട്ടുകാരിയാണോ? അല്ല. പിന്നെ ആരെയാ നിനക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം. ആരെയാ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാൻ പറയട്ടെ. പെട്ടെന്ന് പറ. എൻ്റെ അങ്കിളിനെ. ഓ, അത് ശരി. ഇവൻ എന്നെയാ കൂടുതൽ ഇഷ്ടം എന്നാ പറയുന്നത്. എനിക്കത് കേൾക്കുന്ന എന്ത് ഇഷ്ടമാണെന്നറിയാമോ? എൻ്റെ കൂടെ നടന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം എനിക്ക് വിഷമാവും. പക്ഷേ ടിങ്കു എപ്പോഴും പറയുന്നത് എന്നാണെന്നറിയാമോ? എല്ലാവരേക്കാളും കൂടുതൽ അവൻ എന്നെയാണ് ഇഷ്ടം. സന്തോഷമാണ്. പിന്നെ ഒരുപാട് സന്തോഷമാണ്. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ആളുകളെ വളരെയധികം സ്നേഹിച്ച രാജാവായിരുന്നു. ഒരു ദിവസം രാജാവ് വിചാരിച്ചു, ജനങ്ങളുടെ സ്നേഹം ഒന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി എന്താ ചെയ്തത്? അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? രാജ്യത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങൾ എനിക്ക് ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവരണം. നല്ല സമ്മാനങ്ങൾ. ടിങ്കു ആണെങ്കിൽ എന്താ കൊടുക്കുക? നല്ല സമ്മാനങ്ങൾ കൊടുക്കല്ലേ? ആ നാട്ടിലുള്ള ആളുകളെല്ലാം അന്നു മുതൽ ഈ രാജാവിന് നല്ല സമ്മാനങ്ങൾ കൊടുക്കുവാൻ തയ്യാറെടുത്തു. രാജാവ് വളരെ പ്രതീക്ഷയോടുകൂടെ ആളുകളുടെ സമ്മാനത്തിന് വേണ്ടി കാത്തിരുന്നു. ആരാണ് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കുക എന്ന് രാജാവ് ഓരോ ദിവസവും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം തൻ്റെ പ്രജകൾ വന്ന് രാജാവിനെ കാണുവാനായിട്ട് വന്നു. രാജാവിനെ കാണുവാനായിട്ട് വന്നപ്പോൾ അവർ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. നല്ല സമ്മാനങ്ങളുണ്ടാവല്ലേ? പിന്നെ നല്ല സമ്മാനങ്ങളുണ്ടോന്നോ? എല്ലാവരും അവരാൽ പറ്റുന്ന രീതിയിൽ ഏറ്റവും മേത്തരമായ സമ്മാനങ്ങളാണ് രാജാവിന് കാഴ്ചയായിട്ട് കൊണ്ടുവന്നത്. രാജാവ് ജനങ്ങൾ കൊണ്ടുവന്ന എല്ലാ സമ്മാനങ്ങളും നോക്കി. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? എല്ലാവരും കൊണ്ടുവന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഒടുവിൽ രാജാവ് ഒരു ചെറിയ പൂവും അതിൻ്റെ പൂച്ചെടിയും കണ്ടു. രാജാവ് അത് വളരെ ആഗ്രഹത്തോടുകൂടി എടുത്തു നോക്കി. അതിൽ പേരൊന്നും എഴുതിയിട്ടില്ല. രാജാവ് ചോദിച്ചു, ഇതാരാണ് കൊണ്ടുവന്നത്? ഉടനെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു ചെറിയ കുട്ടി പുറത്തേക്ക് വന്നു. രാജാവേ, അത് ഞാൻ കൊണ്ടുവന്നതാണ്. രാജാവ് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഇത് ഞാൻ രാജാവ് പറഞ്ഞ നാൾ മുതൽ ഞാൻ അത് നട്ട് ഉണ്ടാക്കി രാജാവിന് വേണ്ടി പറിച്ചു കൊണ്ടുവന്നതാണ്. നല്ല കാര്യമല്ലേ? രാജാവിനത് ഒരുപാട് ഇഷ്ടമായി. ആളുകൾ ചോദിച്ചു, ഏറ്റവും മേത്തരമായത് കൊണ്ടുവന്നിട്ടും എന്താണ് ഇത് മാത്രം സെലക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നത്? രാജാവ് അവരോട് വളരെ ശാന്തമായി പറഞ്ഞു, ഞാൻ എല്ലാ സമ്മാനങ്ങളും നോക്കി, പക്ഷേ ആ സമ്മാനത്തിലൊക്കെ അവരവരുടെ പേരുകളാണ് എഴുതിയത്. പക്ഷേ ഈ പൂവിൽ മാത്രം ഇങ്ങനെ എഴുതിയിരുന്നു, സ്നേഹപൂർവ്വം രാജാവിന്. അങ്ങനെ രാജാവ് ആ കാര്യത്തെ ഇഷ്ടപ്പെട്ടത്. എന്താണെന്നറിയാമോ? മറ്റുള്ളവർ അവരുടെ പേരിന് വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ ഈ കുട്ടി തൻ്റെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ആ രാജാവിനെ സ്നേഹിച്ചു. അവന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി. അതെ, നല്ല സന്തോഷകരായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നാമും ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരെ നാം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ കൊടുക്കാറൊക്കെയുണ്ട്. പക്ഷേ
അതിലൊക്കെ നമ്മുടെ പേര് മഹിമപ്പെടണം. നമ്മൾ മറ്റു പലരോടും ആ വിഷയത്തെക്കുറിച്ച് പറയും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നാം ദൈവത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും സ്നേഹിക്കണം എന്നുള്ളതാണ്. ആഹാ, ടിങ്കു അങ്ങനെ ചെയ്യോ? കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഓക്കെ, അപ്പം ഹൃദയത്തിൽ നിന്നും ദൈവത്തെ സ്നേഹിച്ച് നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട് ഇന്നത്തെ വിഭവങ്ങൾ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിശദമായി എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനിയൊരിടവേള. അതുവരെ പ്രാർത്ഥനയിലൂടെ പരസ്പരം ഓർക്കാം. നന്ദി, നമസ്കാരം.